തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡ് ചെയ്തത് ബ്രിട്ടന്റെ യുദ്ധവിമാനം. 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനമാണ്. രാത്രി 9:30 അടിയന്തരമായി ഇറക്കിയത്. ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിട്ടയക്കുമെന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. തിരുവനന്തപുരത്താണ് യുദ്ധവിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു ലാൻഡിംഗ്. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, എന്താണ് എപ്പോഴാണ് സംഭവിച്ചത്? തന്നെ ഇന്നലെ രാത്രി 9:30യോടെയാണ് ബ്രിട്ടന്റെ യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് ചെയ്തത്. ഇന്ത്യൻ എയർഫോഴ്സിനോട് അടിയന്തരമായി ഇന്ധനം തീർന്നതിനെ തുടർന്ന് വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള അനുവാദം നൽകണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. 100 നോട്ടിക്കൽ മൈൽ, അതായത് കേരളത്തിന്റെ തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഒരു യുദ്ധക്കപ്പലിൽ നിന്നാണ് ഈ വിമാനം പറന്നുയർന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി എയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന്റെയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ധനം നിറച്ച ശേഷം ഈ വിമാനം തിരിച്ച് പോകും. യെസ്, വിജിൻ. ബി കെ സുഹൈൽ കൂടി ചേരുന്നുണ്ട്. സുഹൈൽ, ഇവിടെ എന്തൊക്കെ ക്ലിയറൻസ് ആണ് ആവശ്യമുള്ളത്? പ്രതിരോധ വകുപ്പിന്റെ നടപടികൾ എന്തൊക്കെയാണ്? ഈ യുദ്ധവിമാനം നേരത്തെ ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധമുള്ളതാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഈ മേഖലയാകെ അതിന്റെ നിഴലിലാകും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇത്. കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഈ അവരുടെ യുദ്ധവിമാനങ്ങളും അതേപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധക്കപ്പലുകളും മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കും, പശ്ചിമേഷ്യയിലേക്ക് അയക്കും എന്ന് പറഞ്ഞത്. കെയർ സ്റ്റാമറിന്റെ ബൈറ്റ് വരികയും ചെയ്തു. അതേപോലെ തന്നെ അതിന്റെ തൊട്ടുടനെയാണ് നിരവധി യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം എന്തിനാണ് ഇത് അയക്കുന്നത് എന്ന ചോദ്യത്തിന്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ല. ഇസ്രായേലുമായി ഈ യുദ്ധത്തിൽ പങ്കാളിയാകുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. ബ്രിട്ടൻ ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിന്റെ കൂടെ നിന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തയ്യാറായില്ല. മറ്റൊന്നുള്ളത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇസ്രായേൽ ഇതിൽ പങ്കാളികളാവുകയും ഇത് ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിന് സഹായം ചെയ്യുകയും ചെയ്യുന്നവർക്കെല്ലാം എതിരെ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ബ്രിട്ടീഷ് കേന്ദ്രങ്ങളെയും അതേപോലെ തന്നെ എംബസികൾ അടക്കമുള്ള കാര്യങ്ങളും അതിനെയൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ അപ്പോൾ പ്രതിരോധിക്കാൻ തീർച്ചയായും ആവശ്യമായി വരും. അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ സൈനിക സന്നാഹം എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏതായിരുന്നാലും ഈ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുള്ള വിമാനം F-35 ആണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു അനൌദ്യോഗിക വിവരം. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു യുദ്ധവിമാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവും F-35 ആയിരുന്നു. ആ യുദ്ധവിമാനം തന്നെയാണ് തിരുവനന്തപുരത്ത് ഉള്ളത് എന്നുള്ളതാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും ഇത് ഇന്ധനമില്ലാത്തത് കൊണ്ടാണ് ഇവിടേക്ക് എത്തിയത് എന്ന് പറയുമ്പോഴും അതെന്തുകൊണ്ട് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് പരിശോധിക്കേണ്ടി വരും. തീർച്ചയായും ഈ ഒരു യുദ്ധമുഖത്താണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഇന്ത്യ ഒരു മധ്യനിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു പക്ഷത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ പോയിട്ടില്ല. ഇറാനുമായി നിരവധി വ്യാപാര പങ്കാളിത്തം ഇന്ത്യക്കുണ്ട്. ആ തരത്തിലുള്ള നിരവധി ചർച്ചകൾ ഇറാനുമായിട്ടുണ്ട്. ഇറാനും അതേപോലെ തന്നെ റഷ്യയും ഇന്ത്യയും ചേർന്നുകൊണ്ടുള്ള ഒരു വ്യാവസായികമായിട്ടുള്ള മറ്റൊരു ബദൽ വഴികൾ പലപ്പോഴും ഇന്ത്യ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഒരു US ഏകധ്രുവത്തിന് വിപരീതമായി ഇപ്പുറത്ത് ഒരു ഇന്ത്യയും റഷ്യയും ഇറാനും ചേർന്നിട്ടുള്ള വ്യാവസായികമായ ഇടനാഴികളും അതേപോലെ തന്നെ പുതിയ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഇസ്രായേലുമായും പലതരത്തിലുള്ള നയതന്ത്ര പങ്കാളിത്തം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഹൈഫ തുറമുഖം എന്ന് പറയുന്നത് അവിടെയുള്ള പോർട്ട് നിർമ്മിക്കുന്നത് പോലും അദാനിയുടെ കീഴിലാണ്. അപ്പോൾ ഇസ്രായേലുമായും ഇന്ത്യക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരമൊരു യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് ഒരു യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിന്റെ പരിശോധന സ്വാഭാവികമായും ഇന്ത്യക്ക് വേണ്ടി വരും. ആ തരത്തിലുള്ള ഇന്ത്യയുടെ പലതരത്തിലുള്ള അത് കപ്പലിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള വിമാനമാണ് ഇത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. F-35 എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കൃത്യമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ വിമാനത്തിന് ഇന്ധനം നിറക്കാൻ പറ്റുമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിന് ശേഷം മാത്രമായിരിക്കും ഈ വിമാനത്തിന് തിരിച്ചു പറക്കാനുള്ള അനുമതി ഉണ്ടാവുക.